ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇസ് നാട്ടിൽ പോവുക. എനിക്കും ഏച്ചിക്കും കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാൻ ഏച്ചി മാത്രമാണ് പോണത്. അമ്മയും അച്ഛനും ഓഗസ്റ്റിലേക്കേ വരുള്ളൂ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂലൈ 21 ഏച്ചിക്ക് എക്സാമാണ് രാവിലെ തന്നെ. ഏച്ചി പോയി എക്സാമിന്. ആൻഡ് ഏച്ചി വരുന്ന് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോവും. ഇന്ന് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് 10:45 ബട്ട് ഇവിടുത്തെ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിലേ ആവുമെന്നൊന്നും അറിയില്ല. ഇനി ഇത്രയും ദിവസമായിട്ടും ഒരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല ഡിലേ ആണെന്നൊന്നും പറഞ്ഞിട്ട്. രാവിലെ തന്നെ പൊരിച്ച പത്തിരിയും കട്ടൻ ചായയും കുടിച്ചു. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ ജോലിക്ക് പോയി. പിന്നെ ഏച്ചി കോളേജിൽ എക്സാം എഴുതാനും പോയി. നമുക്ക് ലീവാണ്. അതിനുശേഷം ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സ്റ്റാർ എന്നാണ് കേട്ടോ ബിരിയാണി ഓർഡർ ചെയ്തത്. ആൻഡ് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇവിടുത്തെ കോഴിക്കോട് സ്റ്റാറിനെ കുറിച്ച് ഞാൻ ഓവർ പറയേണ്ട. കാരണം എൻ്റെ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളെ ഫേവറേറ്റ് സ്പോട്ടാണ്. സോ അത് ബിരിയാണിയൊക്കെ കഴിച്ചു. അച്ഛൻ, അമ്മ, ഞാനും കഴിച്ചു. ഏച്ചിൻ്റെ ഫ്രണ്ട്സിനോട് ലാസ്റ്റ് ഡേ ആണ് ഗെറ്റ് ടുഗദറിന് പോയിട്ട് പുറത്ത് പോയിട്ട് കഴിച്ചു എക്സാം കഴിഞ്ഞിട്ട്. പിന്നത്തെ വീഡിയോ ഫുൾ ഷടപടയെന്നായിരുന്നു. മാറ്റമൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതായിരുന്നു എൻ്റെ ലുക്ക്. ഞാൻ ഫുൾ വൈറ്റും ഏച്ചി ഫുൾ ബ്ലാക്ക് ഡ്രസ്സിലുമായിരുന്നു. ആൻഡ് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഫുൾ തിരക്കായി, ഉള്ളിലോട്ട് കയറലായി, ഇങ്ങനെയൊക്കെയായി. ഇന്നിപ്പോൾ ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ August 3 ഇന്നിപ്പോൾ August 3 അമ്മയും അച്ഛനും കയറും. അവിടുന്ന് ഈവനിങ് ആണ് ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ്. ഞങ്ങളും ഇൻഡിഗോയിലാണ് കേട്ടോ പോണത്. അവിടെ ഞങ്ങൾ കയറുന്നതിൻ്റെ ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ തന്നെ അറിഞ്ഞു ഫ്ലൈറ്റ് ഡിലേ ആയി. 10:45 11:45 1 hour ഡിലേ ആയിന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതർ ദാൻ ഒരു ക്യാൻസലേഷൻ അങ്ങനെയൊന്നും വരാതെ ഇൻഡിഗോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ പറ്റി. ഇനി ഇപ്പോൾ വിത്ത് ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾ നാട്ടിലെത്തി ഗായ്സ്. സോ ഗായ്സ്, നമ്മളിപ്പോൾ ബഹ്റിൻ എയർപോർട്ടിലേക്കുള്ള ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഒന്നും വീഡിയോ അലൗഡ് അല്ല. ഞാൻ കുറേ നോക്കി, പക്ഷേ അവർ പറഞ്ഞു വീഡിയോ അലൗഡ് അല്ലാന്ന്. അപ്പോൾ ചെക്കിനെല്ലാം കഴിഞ്ഞു. ഞാൻ ചേച്ചി മാത്രമാണ് പോണത്. അച്ഛനും അമ്മയും ഓഗസ്റ്റിലേക്കാണ് വരിക. ഞാൻ ചേച്ചിയാണ് പോണത്. ഞങ്ങളിപ്പോൾ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുൾ ഹോൾ ലുക്ക്. ഞാൻ വൈറ്റാണ് ഫുൾ, ഏച്ചി ഫുൾ ബ്ലാക്കാണ്. അത് അവിടെ നിൽക്കണം. ഏച്ചി എന്നെ കാത്തുനിൽക്കാം. ഞങ്ങൾ ലോഞ്ചിലേക്ക് പോയിക്കൊണ്ട് നിൽക്കാം. സോ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഇരുന്നിട്ട് പറയാം. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. അങ്ങനെ 3rd ഫ്ലോറിൽ പേൾ ലോഞ്ചിലേക്ക് പോവുകയാണ് കേട്ടോ. ആൻഡ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും തിരക്ക് അങ്ങനെ കാണാറില്ല മോസ്റ്റ്ലി. പിന്നെ അതുകൊണ്ടായിരിക്കണം ബെൽറ്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം ലൈൻ നിന്നിട്ടാണ് ലോഞ്ചിലേക്ക് കയറിയത്. ആൻഡ് ഇനി ലോഞ്ചിലെ വിശേഷങ്ങൾ കാണാം. സോ ഗായ്സ്, ഇതാണ് നമ്മളെ ലോഞ്ച്. ഞാൻ ഇപ്പോൾ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കഴിച്ചു. ഞാൻ പാസ്ത പ്ലസ് മജ്ബൂസ് ആയിരുന്നു എടുത്തത്, അത് കഴിച്ചു. പിന്നെ ഇതൊരു കുബൂസാണ്, സ്മോൾ കുബൂസ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് മജ്ബൂസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു മെറിൻഡ. പിന്നെ ഞാൻ കുറച്ച് സ്വീറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കേക്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് ബ്രൗണിയാണ്. ആൻഡ് ഇതൊരു ബ്ലൂബെറി ചീസ് കേക്ക്. ഇതിൻ്റെ പേര് ഞാൻ നോക്കിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് വീഡിയോയിൽ ഇതാണ് ലോഞ്ച് എന്ന് പറഞ്ഞത് അത്ര മാത്രമല്ല, കുറേ വൈഡായിട്ട് കിടക്കുന്ന ഒരു ലോഞ്ചാണ് കേട്ടോ ബഹ്റൈൻ ലോഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ ചോക്ലേറ്റ് കേക്ക് സൂപ്പറായിരുന്നു, ഭയങ്കര ചോക്ലേറ്റ്. പക്ഷേ രണ്ടാമത് കഴിച്ചാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഷുഗർ സിറപ്പൊക്കെ ആയിട്ട് ഭയങ്കര ക്രീമി, ഭയങ്കര വെള്ളം പോലെ ആയിപ്പോയി. ആൻഡ് മറ്റേ കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കേക്കിൻ്റെ പേരൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗായ്സ്, ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും ഫ്ലൈറ്റിൽ കയറിയതാണ് എടുത്തത്. അത് ഞങ്ങൾ ബഹ്റൈനിൽ നിന്ന് കയറി ഞങ്ങൾ ബോംബെ എത്തി ഗായ്സ്. എനിക്കിപ്പോൾ കാണുമ്പോഴും ഭയങ്കര സന്തോഷം ഇതിങ്ങനെ കാണുമ്പോൾ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഫീല്. ബോംബെയിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരു 5 minutes ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഞങ്ങളോട് മഴയൊക്കെ ഒന്ന് താന്നിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ പിന്നെ ഞങ്ങൾ ലഗേജ് എടുക്കാൻ പോയി. ലഗേജ് കുറച്ച് ലേറ്റായി വരാൻ, കുറച്ച് ഡിലേ ആയിരുന്നു. ലഗേജൊക്കെ വരാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നിവർന്ന് കിടക്കുകയായിരുന്നു ബോംബെയിൽ. അതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചാണ് ഞങ്ങളിപ്പോൾ ഈ ചിപ്സൊക്കെ വന്നിരുന്ന് കഴിക്കുന്നത്. ആ പ്രൊസീജിയേഴ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ബാഗും ഫോണും എല്ലാം കൂടി ഇന്ന് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും. ഹായ് ഗൈസ്. സോ ഈ വോയിസിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇങ്ങനെ വന്നത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈക്ക് ഞങ്ങൾ എയർപോർട്ടിൽ എനിക്ക് കുറേ ക്ലിപ്സ് എടുക്കണം, അങ്ങനെ ഇങ്ങനെ വീട്ടിൽ നിന്നുള്ള പാക്കിങ് അത് ഇതൊക്കെ എടുക്കണം എന്ന് ഭയങ്കരമായിട്ട് വിചാരിച്ചു. പക്ഷേ ഒന്നും എടുക്കാൻ പറ്റില്ല. ഹറി ബെറി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും ഫുൾ തിരക്കായിരുന്നു.
ലാസ്റ്റ് നിമിഷത്തിലുള്ള ഓട്ടവും ചാടലും അങ്ങനെ പാക്കിംഗ് ആയിട്ട് ഫുൾ തിരക്കേന്. അപ്പോൾ ഇവർ ചോക്കി എയർപോർട്ടിൽ കുറേ എടുക്കാനുണ്ടാവും, അപ്പോൾ വലിയ ഓവർ ലെങ്ത് ആക്കണ്ട, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്ര മതി എന്ന് വെച്ചാൽ ഞാൻ ആകെ പാക്കിങ് ഒരു പ്രാവശ്യത്തെ പാക്കിങ് എടുത്തിട്ടുള്ളൂ. സൗണ്ട് ഫുൾ പോയി. അപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് തീരാറില്ല, കേൾക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കും. സോ ഇവിടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഇറങ്ങുമ്പോൾ അതിലും കൂടുതൽ പെട്ടി എടുക്കുന്ന സാധനങ്ങൾ കയറ്റുന്ന അങ്ങനെ ഇങ്ങനെ ഫുൾ തിരക്ക്. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് പിന്നെ എന്താ ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ അവരോട് വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഞാനും ഏച്ചി മാത്രമായിട്ട് അതിൻ്റെതായ കുറേ സമയം ലൈക്ക് 4 പെട്ടി, പിന്നെ ഞങ്ങൾ ട്രോളി ബാഗ്. പെട്ടി ഞങ്ങൾക്ക് അവിടെ ഇടാമെങ്കിലും പക്ഷെ ഞങ്ങൾ ഈ ട്രോളി ബാഗും ഇതൊക്കെ ആയിട്ട് കണക്ഷൻ ഫ്ലൈറ്റ്സാണ്, ബോംബെ കണക്ഷനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കോഴിക്കോടേക്കുള്ള ഫ്ലൈറ്റ്സാണ് ബോംബെ കണക്ഷൻ CCJ. ഫുൾ റിലേ പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് എന്തൊക്കെയോ പറയാം. അപ്പോൾ കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളായിട്ട് കുറേ മിസ്സായി വീഡിയോ എടുക്കാൻ. ഞാനും ഏച്ചിയും ചെക്ക് ഇൻ ചെയ്യുന്ന അവിടെ എടുത്തപ്പോൾ അവിടെ എടുത്തിട്ടില്ല, ലോഞ്ച് കയറിയത് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെക്ക് ഇൻ കഴിഞ്ഞപ്പോൾ അവിടെ വേറെ അത്ര പ്രൊസീജിയേഴ്സായിട്ടില്ല. ഫസ്റ്റ് ആ പെട്ടിയൊക്കെ അതിൽ കയറ്റി വിടുന്നു, പിന്നെ ബോർഡിംഗ് പാസ് വെച്ചുള്ളിൽ കയറുന്നു, പിന്നെ സാധനങ്ങളൊക്കെ അയച്ചു വെച്ചിട്ട് സ്കാനിങ്ങിന് വിടുന്നു. ഇതൊക്കെ തന്നെ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ലോഞ്ച് ആക്സസ് ചെയ്യാം. അത് ഞങ്ങൾ ലോഞ്ച് ആക്സസ് ചെയ്ത് ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല ടൈമായി. ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ മിസൈൽ അറ്റാക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഫുൾ വാറായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഫ്ലൈറ്റ് ചെറുതായിട്ട് ഡിലേ ആയി. 1 മണിക്കൂറോളം ഡിലേ ആയി. 10:55 ഫ്ലൈറ്റ് 11:45 വന്നത്. അപ്പോൾ ഞങ്ങളോട് ഇവർ ചെക്ക് ഇൻ ചെയ്തോളാൻ വേണ്ടി ഞങ്ങൾ ലാസ്റ്റ് ലോഞ്ചിൽ നിന്നെല്ലാം ഇറക്കി ഓടി വേഗം അവിടെ എത്തിയപ്പോൾ കുറച്ച് അത്യാവശ്യം ലോങ് ലൈൻ ഉണ്ടായി. പിന്നെ വേഗം ഫ്ലൈറ്റ് കയറുന്നൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഈ ട്രോളി ബാഗ്, അവിടെ നെക്ക് പില്ലോ, പിന്നെ ഒരു പിങ്ക് ബാഗ്, ഒരു ചെറിയ ബാഗ്, പിന്നെ ഞങ്ങളുടെ സൈഡിലൂടെ തൂക്കുന്നൊരു ബാഗ്, ഇതും പിന്നെ കണ്ണട, ഇത് എല്ലാം കൂടി ഞങ്ങൾക്ക് 2 പേർക്കും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് 2 ഇതേപോലെ 2 ട്രോളി ബാഗ് ഉണ്ട്, 2 കുഞ്ഞി ബാഗ് ഉണ്ട്, 2 തോള് തൂക്കുന്ന ബാഗ്, അങ്ങനെ എല്ലാ ബാഗും 4 ബോക്സും ഓൾറെഡി അയച്ചു ലഗേജിലിട്ട്. അപ്പോൾ ഇതൊക്കെ കൂടി താങ്ങി പോകുന്നത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കുറേ മിസ്സായിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്ലൈറ്റ് കയറിയതിന് ശേഷം എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇറങ്ങുമ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇറങ്ങി പിന്നെ ഞാൻ ബോംബെയിലെത്തിയപ്പോൾ ബോംബെയിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ നടക്കാനുണ്ട്. ആ ഒരു ലോങ് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മുടെ ഓക്കെ എന്ന് റിലേ ഞാൻ പറഞ്ഞില്ലേ ഫുൾ പോയി കിടക്കും, ബ്ലാങ്ക് കഴിഞ്ഞ് വെച്ചിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾക്ക് പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇത് കാക്കാനുള്ള സ്ഥലം. അവിടെ നിന്ന് ഞാൻ ഇന്നത് കഴിഞ്ഞപ്പോൾ ഏച്ചിൻ്റെതെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അയ്യോ പ്രാവ് അങ്ങനെ പ്രാവുകളൊക്കെ ഘോഷയാത്രയാണ്. ഓക്കെ, ഇത് പറഞ്ഞു പോയിക്കോളും. എൻ്റെ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനത് ചാർജിൽ കുത്തിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഗൈസ് അമ്മ വിളിച്ചു, ഞങ്ങൾ 2 പേരും മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു വിളിച്ചിട്ട് എന്താക്കാ എന്തൊക്കെ ഓക്കെ അല്ലേ അങ്ങനെ ചോദിച്ചു, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്നതൊക്കെ പറഞ്ഞു. സോ എവിടെ നമ്മുടെ സ്റ്റോറി ഇവിടെ എത്തി തോന്നുന്നു ബോംബെ എയർപോർട്ടിലെത്തി. ഏച്ചീൻ്റെ ഇത് പാസ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഞാനിങ്ങനെ കറങ്ങി വരാം. അപ്പോഴേക്ക് 2 പെണ്ണുങ്ങൾ 2 ചേച്ചിമാർ അതിൻ്റെ എന്തൊക്കെയോ ഹിന്ദിയിൽ പറ ബോംബെ എയർപോർട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ഫോണിന് എന്നോട് തന്നെ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കി, ക്യാമറയാണ് ഡിലീറ്റ് ആക്കി. പറഞ്ഞ ഫോട്ടോസിൽ പോയിട്ട് റിസെൻ്റ്ലി ഡിലീറ്റ് ട്രാഷ് ഒന്നും ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കിച്ചു. ഞാൻ എവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നത് അവിടെ നോ വീഡിയോ ഇവിടെ എവിടെയാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ പോലും എനിക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇപ്പോൾ നമ്മളായ സ്ഥലമാണോ, ഇവിടെ ഞാൻ കൊട്ടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് സമാധാനത്തോടെ ഇരുന്നെല്ലാം പറയാൻ വിചാരിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പോയത് പെട്ടി മാറ്റിയെടുക്കാം. ഒരു സ്ഥലത്ത് ഞങ്ങൾ പെട്ടികളൊക്കെ എടുത്ത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇനി കോഴിക്കോടേക്കുള്ള ഇതിലേക്ക് കൊണ്ടിടും. അപ്പോൾ ഞങ്ങൾ ബഹറിൽ നിന്ന് വന്ന പെട്ടികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തു, എന്നിട്ട് കൊണ്ട് ബോംബെൻ്റെ ഇതിലിട്ടു. അതിനെല്ലാം കഴിഞ്ഞ് മുകളിലെത്തി. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ഇമിഗ്രേഷനിലേക്ക് കയറാൻ പറ്റുക. ബോംബെയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ഇമിഗ്രേഷൻ അത് ഓപ്പൺ ആയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. ഇനി ഇവിടുന്ന് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 4:10 ഇന്ത്യൻ ടൈം 4:10 ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ 11:08 ഇവിടെ 11 hours ആണ് വെയിറ്റിംഗ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊരു കൊട്ട പോലത്തെ സാധനത്തിലാണ് ഇരിക്കുന്നത്. നല്ല സുഖമുണ്ട്. ഇവിടെ ആകുമ്പോൾ ചാർജിങ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. സോ ഞങ്ങളിപ്പോൾ രാത്രി ചിപ്സ് കഴിച്ചു, കാരണം ലോഞ്ച് ആക്സസ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം ഉണ്ട്. ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. 4:10 കയറിയാൽ കോഴിക്കോട് ഞങ്ങൾ കാലിക്കറ്റിൽ 6:10 എത്തും. 4:10 കയറിയിട്ട് 6:05 2 മണിക്കൂറാണ് ട്രാവൽ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയുള്ള വീഡിയോസെങ്കിലും ഞാൻ മാക്സിമം എടുക്കാൻ നോക്കി. ഇനിയുള്ളതാണ് ഇമിഗ്രേഷനാണ്. അവിടെ നിന്ന് ഫോൺ എല്ലാം കൂടെ ആയിരിക്കില്ല. ഞാൻ വേറെ ഏതൊരു സ്ഥലത്ത് എടുത്തപ്പോൾ അവരൊന്ന് നോ വീഡിയോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇവിടെ എവിടെ എടുക്കാൻ പറ്റാമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ എടുക്കാം.
ഞാൻ ഫ്ലൈറ്റിൽ ഏച്ചിയാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ലേ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഉറങ്ങാനുള്ള ഇങ്ങനെ കിടക്കാൻ പോയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മ. അപ്പോൾ ഞാൻ എണീച്ചാൽ വീഡിയോ എടുക്കാൻ വന്നാൽ ഇനിയാണ് എനിക്ക് കുറച്ച് നേരം ഉറങ്ങാൻ. 4 മണി വരെ സമയമുണ്ട്, പക്ഷെ അതുവരെ ഉറങ്ങൂല. അതിന് മുന്നേ ഞങ്ങൾക്ക് ഇമിഗ്രേഷനൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങാനുള്ള പ്രിപ്പറേഷനാണ്. ഞാൻ പോയി ഉറങ്ങട്ടെ. ഉറങ്ങി എണീച്ചിട്ട് ഇനി ലോഞ്ചിലേക്ക് പോകുന്ന വീഡിയോ കാണിക്കാം. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഈ വീഡിയോ എടുക്കാം. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലോഞ്ച് ആക്സസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ലോഞ്ചിൻ്റെ പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ ലോഞ്ചിൻ്റെ പുറത്തുനിന്ന് വീഡിയോ എടുത്താലൊന്നും കുഴപ്പമില്ല, അത് ഞങ്ങൾ മുന്നേ എടുത്തിട്ടുള്ളതുകൊണ്ടുള്ള അറിവ് കൊണ്ട് ഞാൻ പറയാം. അപ്പോൾ അവിടെ ഇനി ലോഞ്ചിലെത്തി അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കാണിക്കാം. പിന്നെ എന്താ ഞാൻ പറയാൻ വന്നത്, ലോഞ്ചിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഗേറ്റിലേക്ക് പോകും. ഗേറ്റൊക്കെ ഞാൻ എടുക്കാം, പക്ഷേ ബഹറിൻ്റെ ഗേറ്റ് ഒന്നും എടുക്കാനുള്ള ടൈമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗേറ്റിൽ നിന്നുള്ള എടുക്കാം, പിന്നെ ഫ്ലൈറ്റ് എന്നുള്ളത് പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ എപ്പോഴത്തെയും പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മറന്നതല്ല, എടുക്കാനുള്ള സാഹചര്യം ഒത്തു വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഗൈസ്, ഞാൻ വീണ്ടും എല്ലാം എടുക്കാൻ മറന്നു. ഇവിടെ നല്ല മഴയായതുകൊണ്ട് ഞങ്ങളെ ബസ്സിലാണ് കൊണ്ടുവന്നത്. ബസ്സിൽ കൊണ്ടുവന്നിട്ട് എയർബസ്സിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളിവിടെ ഞാൻ കാണിച്ചുതരാം. ബസ്സിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയത് ഓർമ്മയുള്ളൂ. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഫോണൊക്കെ ബാഗിലിടുക ചെയ്തത്. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എയർബസ്സിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ ഷട്ടിലിൽ കൂടെയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ പെട്ടി വലിച്ച് ട്രോളി ബാഗ് കൊണ്ടുവരിക അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഹാർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ പറ്റില്ല. ആൻഡ് ഫൈനലി ഞങ്ങൾ കോഴിക്കോട് ലാൻഡ് ചെയ്തു ഗായ്സ്. കാലിക്കറ്റിൽ ലാൻഡ് ചെയ്തു. ആൻഡ് അവിടെ അപ്പോഴും അത്യാവശ്യം ഒരു ചെറിയ മഴ, ഇങ്ങനെ പൊടിഞ്ഞുള്ള മഴ ഉണ്ടായിരുന്നു. പക്ഷേ ബോംബെയിൽ അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഞങ്ങളെ കൂട്ടാൻ പ്രേമാമൻ, ലൈക്ക് അമ്മേൻ്റെ ഏട്ടനാണ് പ്രേമാമൻ, മാമനും മാമി, മാമൻ്റെ മോൻ ഇവു, പിന്നെ അമ്മമ്മയാണ് വന്നത്. അമ്മച്ചൻ്റെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇനി ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിലെത്തിയതിന് ശേഷം പറയുന്നുണ്ട്. ഇനി എനിക്കറിയാം ഈ വീഡിയോ ഒത്തിരി ലാഗായി എന്ന്. കാരണം എനിക്ക് കുറച്ച് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ബോറടിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ കൂടുതലും ടോക്കിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിവേ ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ എടുക്കാൻ നോക്കാം. അങ്ങനെ ഇവരെ കണ്ട മൊമെൻ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മാമനും ആരൊക്കെയും എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളെയാണ് എടുത്തത്. ഞങ്ങൾക്ക് ഇവരെ കാണുന്നതിന് വേണ്ട, പക്ഷേ ഇവരെ കണ്ടപ്പോൾ തന്നെ പോയി കെട്ടിപ്പിടിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളെപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്ന ആ ഒരു പരിചയം കൊണ്ട് ഞങ്ങളെടുത്തേക്ക് ഓടി വന്നു, കെട്ടിപ്പിടിച്ചു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഞങ്ങൾ പോകുന്ന സമയത്ത് യുവിന് 1 വയസ്സ് സംതിങ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ സംസാരിക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ പോയതൊരു ഹോട്ടലിലേക്കാണ്. ഞങ്ങൾക്ക് ഹോട്ടലിലേക്കാണെന്ന് അറിയില്ലെന്ന്, വഴിയിൽ വെച്ചാണ് ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഹോട്ടലിൽ കയറി. ആൻഡ് ഒരു ഫിറ്റ് ചെക്ക് എന്തെങ്കിലും വേണ്ടേ, അങ്ങനെ ഞങ്ങളൊരു ഫിറ്റ് ചെക്ക് ചെയ്തു. ഞങ്ങൾ കഴിക്കാൻ പോണത് ബിരിയാണിയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല, ഞാൻ, മാമി, ഇവു, ചേച്ചിയൊക്കെ ബിരിയാണിയാണ് കഴിച്ചത്. അമ്മമ്മയും പ്രേമാമനും പൊറാട്ടയും ബീഫ് ഫ്രൈയും എന്താണ് കഴിച്ചത്. ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, എന്നാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഇവിടെ പക്ഷേ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മഴ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ പോണത് അച്ഛൻ്റെ വീട്ടിലേക്കാണ്. പക്ഷേ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകണത് ശരിക്കും പറയുമല്ലോ ഞാൻ മറന്നെടുക്കും. കാറിൽ പോണതെടുത്തു. അവിടെ എത്തിയപ്പോൾ തന്നെ അവരെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവരോട് സംസാരിക്കില്ല, അവിടെ പോയിരിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗായ്സ്. അയ്യോ, ഞാൻ മറന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു. ഇത് ഞാൻ മറന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ തിരിച്ച് കാറിൽ പോകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് പിന്നെ ഞങ്ങൾ ചേരുമ്പോഴത്തേക്ക് അമ്മേൻ്റെ വീട്ടിലേക്കാണ് പോണത്. അമ്മച്ചൻ ജോലി കഴിഞ്ഞ് വീട്ടിലുണ്ട്. കാറിൽ വരുമ്പോൾ ഓർത്തപ്പോൾ ഞാൻ അമ്മച്ചനെങ്കിൽ കാണുന്നത് എടുക്കണമല്ലോ. ഞാൻ നാട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് ഒന്നും എടുത്തിട്ടില്ല, ആരും കാണുന്നത്. അപ്പോൾ അമ്മച്ചനെ കാണുന്നെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കും. സോ ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഫുൾ സ്റ്റോറി പറയാൻ. ഞാൻ നിങ്ങളോട് ലോഞ്ചല്ല മറ്റേ കൊട്ടകളിൽ നിന്ന് ഉറങ്ങി എണീച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഒരു മിസ് കോൾ വന്നു. മിസ് കോളല്ല, അമ്മ വിളിച്ചതല്ലേ വെച്ചാൽ. ഞാൻ അമ്മ പറഞ്ഞപ്പം ഓരോരുത്തർ വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാമൻ വിളിച്ചു, പിന്നെ മാമി വിളിച്ചു. അങ്ങനെ വിളിച്ച് പിന്നെ ഫുൾ സമയം പോയി. പിന്നെ കഴിഞ്ഞപ്പോഴേക്ക് ഇമിഗ്രേഷൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആയി. എനിക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് ഓപ്പൺ ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ടൈമില്ലാതെ. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എണീച്ച് ഞങ്ങൾ ഇമിഗ്രേഷൻ്റെ അവിടേക്ക് തപ്പിപ്പോയി. ഞങ്ങൾക്ക് അത് എവിടെയാണെന്ന് തന്നെ ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം അമ്മേൻ്റെ അച്ഛനും കൂടെ അതേ സ്ഥലത്ത് കൂടെ പോയി എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ അതും തപ്പി അച്ഛനെ അവനെ വിളിച്ച് നടന്നത്. ലാസ്റ്റ് അത് കണ്ടുപിടിച്ചു. ഞാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ലോഞ്ച് കയറിയതൊന്നും എടുക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നേ. ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ അത് പിന്നെ നമുക്കൊരു മെമ്മറി ആക്കി വെക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ വേറെ എവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല. വേറെ മറ്റൊരു ഫോട്ടോ പോലും ഇല്ല.
ഞാൻ മുടി ഇത് ഇങ്ങനെ ആക്കുന്നതിൻ്റെ കയ്യിൽ ചീർപ്പ് കാണാനില്ല. അപ്പോൾ ഈ മുടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എവിടെ വെച്ച് നിർത്തിയത്? ഞങ്ങൾ ബോംബെ എയർപോർട്ടിൽ കയറിയതൊന്നും എടുത്തില്ല. വേറെ ബോംബെ എയർപോർട്ടിൽ ഞങ്ങൾ അധികം ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചത് പാസ്ത കഴിച്ചു, ഒരു മസാല പാസ്ത, പിന്നെ സ്റ്റീം റൈസും ചിക്കൻ കറിയും, ഒരു വാട്ടർമെലൻ, പിന്നെ അത്രയാണ് എനിക്ക് അത്രയും കഴിച്ചുള്ളൂ. അല്ല അങ്ങനെയല്ല, ലൈക്ക് ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ബിരിയാണിക്കാണ് മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചു, ബട്ട് അതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ കഴിച്ചു. ഇതൊക്കെ കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ കോഴി കുത്തിപ്പറക്കാന്ന് പറയുന്നത് അതുപോലെ ഞങ്ങൾ കഴിച്ചു അവിടെ നിന്ന്. പിന്നെ ഫുൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് പിന്നെ അമ്മേനെ വിളിച്ചു, അമ്മേനെ വിളിച്ചു, അങ്ങനെ ഫുൾ കോളുകളും ആയിരുന്നു അവിടെ നിന്ന്. പിന്നെ എപ്പോഴും ചാർജ് 18% ലോഞ്ചിലേക്ക് കയറിയത്. വിളിക്കുമ്പോൾ ഇളകി പോയിട്ടൊന്നും ചാർജ് ചെയ്തിട്ടുണ്ടല്ല. പിന്നെ അവിടുന്ന് ലോഞ്ചിൽ നിന്ന് വിളിച്ചപ്പോഴും കോൾ എടുത്ത് പിന്നെ ലാസ്റ്റ് ചാർജൊന്നും ഇല്ലാതെ 40, 30, 50 അങ്ങനെയൊക്കെ ആവാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ സ്ഥലം ഫുൾ ആൾക്കാരൊന്നും നടന്നിരിക്കും, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഫോട്ടോ കൊണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്ലാനും പോയി ട്രാൻസാക്ഷൻസ് കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ അതിൻ്റെ ഒന്നും ബാക്കി ഞങ്ങൾക്ക് ബെർലിൻ എയർപോർട്ടിൽ നിന്നോ ബോംബെ എയർപോർട്ടിൽ നിന്നോ ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് തലയ്ക്ക് വരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഗേറ്റിനകത്ത് പോയി നിൽക്കാം. എന്താ പറയുക, 4:10 ഫ്ലൈറ്റ്. അപ്പോൾ അതിന് അരമണിക്കൂർ 25 മിനിറ്റ്സ് മുന്നേ എത്താമെന്ന് പറയാം. ഞങ്ങളൊരു 3:30 അല്ല, അല്ലെങ്കിൽ 3:15, 20 ആയപ്പോഴാണ് ഞങ്ങൾ വേഗം പോയി ഗേറ്റിൻ്റെ അവിടെ തപ്പിന് നമ്മൾ കണ്ടു. ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ ഫൈനൽ കോൾ ടു കാലിക്കറ്റ് ഉണ്ട്. പക്ഷേ കുറേ ആൾക്കാർ ലൈനിലൊക്കെ ഉണ്ട്. ഫൈനൽ കോൾ ടു കാലിക്കറ്റ് ഞങ്ങൾ വേഗം ഓടി അവിടെ പോയി നിന്ന്. പിന്നെ ഞങ്ങൾ 2 ലൈനായിട്ട് സ്പ്ലിറ്റ് ആക്കി പിന്നെ ഞങ്ങൾ ബസ്സിലാകൊണ്ടായി. കാരണം ബോംബെയിൽ നല്ല മഴയായിരുന്നു. മഴ തുടങ്ങുന്ന ഞങ്ങൾ ബഹ്റൈനത്തെ ചൂട് ഈ മഴയിലേക്ക് വന്നപ്പോഴുള്ളൊരു സുഖം അൺടെല്ലബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ ബസ്സിലാണ് പോയത്. നല്ല മഴയാണ്. ഞങ്ങൾ ബസ്സിൽ കൊണ്ടുപോയിട്ട് കുറേ പോകാണ്ട് ബസ്സിൽ. അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. മെയിൻ റീസൺ ഞങ്ങൾക്ക് ഈ ട്രോളി ബാഗും മറ്റേ ബാഗ് കൂടി അതിൽ കയറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇതും പിടിച്ച് ഇങ്ങനെയാണ് പോയത്. കാരണം നല്ല തിരക്കാണ് ആ ബസ്സിൽ. അപ്പോൾ ഇന്ത്യത്തെ ആൾക്കാർ മാത്രമല്ലെങ്കിലും പക്ഷേ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ ഫോണേ എൻ്റെ കൈ കിട്ടിയില്ല. ഞാൻ ഫുൾ ബാഗിൽ വെച്ചാൽ കാരണം അവിടെ വെച്ച് പിന്നെ കാണാതെ പിന്നെ തപ്പിയെടുക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് കയറിയതിന് ശേഷമുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് സീനിലേക്ക് പുറത്തേക്ക് കാണിക്കണം. ഈ കോഴിക്കോട് എത്തുന്ന തൊട്ട് മുന്നുള്ള സീനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അമ്മമ്മയും അമ്മച്ചനെയും കണ്ടു. അമ്മമ്മ, മാമൻ, മാമി, ഇവർ 4 പേരാണ് വന്നത്. ഈ മാമി എന്നൊക്കെ പറയുന്ന അമ്മേൻ്റെ ഏട്ടനും ഭാര്യയും മോനുമാണ് വന്നത്. അപ്പോൾ അമ്മമ്മ, പ്രേമാമൻ, മീനമാമി, ഇവർ 4 പേരാണ് വന്നത്. അമ്മച്ചന് ജോലി ഉണ്ടെങ്കിലും ഞങ്ങളെ കൂട്ടാൻ വരണമെന്നുണ്ടെങ്കിൽ പക്ഷേ ജോലി എപ്പോഴും കഴിഞ്ഞില്ല. പിന്നെ അമ്മച്ചൻ വന്നില്ല. അങ്ങനെ ഞങ്ങളെ കൂട്ടുകാർ വന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ പെട്ടി വരാൻ നല്ല ലേറ്റായി. അവിടെ നിന്ന് പെട്ടി കളക്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് കൊടുത്തു. പിന്നെ അവരെ കൂടെ ഉള്ളത് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കൊണ്ടുപോയി ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി വാങ്ങി. ഞാനും ചേച്ചി മാമിയൊക്കെ ബിരിയാണി, അമ്മയും പ്രിയമാമനും പൊറാട്ടയും ബീഫും വാങ്ങി. ഇതൊക്കെ കഴിച്ചു. അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ സീൻസ് കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യും. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് അച്ഛൻ്റെ വീട്ടിലേക്കാണ്. അച്ഛൻ്റെ വീട് കോവിൽ. അപ്പം അവിടേക്ക് പോയി. അവിടെ ഞങ്ങൾ പുതിയ വീടുണ്ടാക്കുന്ന അച്ഛൻ്റെ തറവാട് പൊളിച്ചിട്ടാണ് ആ വീടുണ്ടാക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ സിസ്റ്റേഴ്സ് 2 പേരും ഒരു ചേച്ചി അനിയത്തിയാണ്. 2 പേരും അടുത്തടുത്ത്. ഞങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ ഞങ്ങൾ വീടും കാണണം. പിന്നെ ഞങ്ങൾക്ക് അച്ഛമ്മ അങ്ങനത്തെ ആൾക്കാരെ അച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണാൻ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അങ്ങോട്ടാണ്. അമ്മച്ചൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ പോയിട്ട് ആൻറ്റിമാരെ കണ്ടു, എല്ലാവരും കണ്ടു, കസിൻസിനൊക്കെ കണ്ടു. ഞങ്ങൾ അവിടെ സംസാരിച്ചിരുന്നു കുറച്ച് നേരം. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴാണ് ഓർക്കുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട് കാണാൻ പോയി. ഞങ്ങൾ വീടൊക്കെ കണ്ട്. ഞാൻ നാളെ മേ ബി പോകുമായിരിക്കും, എനിക്കറിയില്ല. വെളിച്ചത്ത് കാണാൻ പോകും. അപ്പോൾ എനിക്ക് നല്ലപോലെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങി ഞങ്ങൾ കാറിലാണ് പോയത്. ഞങ്ങൾ കാറിലാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് അമ്മച്ചനെ കണ്ടു. അമ്മച്ചനെ കാണുന്ന സീൻ എടുത്തിട്ട് ഞാൻ എപ്പോഴാണ് ഓർക്കുന്നത് വെച്ചാൽ കാറിൽ കയറി അയ്യോ ഒരു സീൻ പോലും എടുത്തില്ല പോകുന്നത്. പറയുമ്പോൾ ഒന്നും ചെയ്തില്ല. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ നടന്നത്. അപ്പോഴാണ് അമ്മച്ചനെ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. കാരണം ഈ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൊടുത്തില്ല. ഞാനിങ്ങനെ ഫുൾ സംസാരിക്കുന്നത് കൂടുതലില്ല. അപ്പോൾ പിന്നെ അമ്മച്ചനെ കാണുന്നതിന് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ പെട്ടിയൊക്കെ ഇവിടെ കിഴക്കെ കൊണ്ടുവച്ചു. പിന്നെ മാമിയും ഇവും പോയി. മമ്മിയും 3-4 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുതന്നെ വരും. ഇവിടെ പിന്നെ നിൽക്കും ഞങ്ങൾ പോണവരെ. അപ്പം അങ്ങനെയാണ്. ഇന്നിപ്പോൾ അമ്മമ്മയും അമ്മച്ചനും ഞാൻ ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചി ഹായ് പറയും. ഇതാണ് ഞങ്ങളുടെ റൂം. അമ്മമ്മയും അമ്മച്ചൻ താഴെയാണ്. ഇത് മുകളിലത്തെ ഫ്ലോറാണ്. ഇവിടെ 3 റൂമാണ്. അപ്പോൾ ഞങ്ങൾ റൂമിലാണ്. അമ്മയും അമ്മച്ചനൊക്കെ താഴെ ഉറങ്ങാൻ പോയി. ഇതിപ്പോൾ സമയം ഇവിടെ 11:50. അവരൊന്ന് നല്ല ഉറക്കക്ഷീണം. അമ്മ ഞങ്ങൾ വരുന്നതിൻ്റെ ടെൻഷനിൽ ഉറങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് നല്ല ഉറക്കക്ഷീണം. അപ്പം അമ്മ കിടന്നുറങ്ങി. ഞങ്ങൾ വന്ന് മേലെ എഴുകി. നല്ല തണുപ്പാണ്. നല്ല തണുപ്പ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. നല്ല സുഖം. അങ്ങനെ ഞാനിപ്പോൾ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഇനി ഉറങ്ങാൻ പോകണം. നല്ല ഉറക്കക്ഷീണമാണ്. എൻ്റെ ഉറക്കമൊക്കെ എനിക്ക് തീർക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ നാട്ടിൽ പോകൽ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഇങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളൂ. ക്ഷമിക്കുക. ബിക്കോസ് ഞാൻ എടുക്കുന്നതെല്ലാം പ്രൊഹിബിറ്റഡ് സ്ഥലത്തുനിന്നും എടുക്കാത്തതെല്ലാം എടുക്കേണ്ട സീനുകളും ആയിപ്പോയി. അങ്ങനെ എന്തൊക്കെയൊക്കെ ആയി. അപ്പോൾ ഇനി നല്ല വ്ലോഗ്സ് ഞാൻ ഇടാം. നാളെ ഇനി വീട് കാണാൻ പോവുകയാണെങ്കിൽ അത് മേ ബി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഹോം ടൂർ അല്ലെങ്കിൽ സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ബൈ, സ്റ്റേ ട്യൂൺഡ്. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. അങ്ങനെ ഞാൻ വീണ്ടും വന്നു. ഞാൻ അങ്ങനെ പോയിട്ടില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനില്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ വീഡിയോ ഇടാൻ നല്ല ലാഗാവും. ഇത് ഞാൻ അത്ര എടുത്തിട്ടില്ല. ഒരു ഡേൻ്റെ പകുതി തൊട്ടാണ് ഞാൻ എടുത്തത്. ഞാൻ രാവിലെ തന്നെ എണീച്ചു.
പിന്നെ ചായ കുടിച്ചു, കുളിച്ചു, പിന്നെ ചോറ് കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാവിലെ ഒന്ന് വീട് കാണാൻ വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഹോം ടൂറൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. കുറേയൊന്നും വീടിനെക്കുറിച്ച് ഞാൻ എടുത്തിട്ടില്ല. എനിവേ ഹോം ടൂർ ഈ അടുത്ത് വരുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ 2 വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് മറ്റേ വീഡിയോ ഒക്കെ എഡിറ്റ് ഞാൻ ലാഗാവും. എനിക്ക് എന്നെ അറിയുന്നതുകൊണ്ടാണ്. ഒറ്റയടിക്കാകുമ്പോൾ ഞാൻ എന്തായാലും സൗണ്ട് കൊടുത്തൊക്കെ എടുക്കും. പക്ഷേ പിന്നെ വെയിറ്റ് ചെയ്തിരുന്നാൽ മറ്റേ വീഡിയോ വരാൻ നല്ല ലേറ്റ് ആവുന്നതുകൊണ്ടാണ്. ഞങ്ങൾ വീടൊക്കെ കണ്ടു. ഞങ്ങൾ പിന്നെ ഇറങ്ങി. ഞങ്ങൾ 3 ആളും കൂടിയാണ് കേട്ടോ നടന്നു പോകുന്നത്. ഞങ്ങൾ ഓട്ടോയിലാണ് പോണത്. ഓട്ടോയിലാണ് ഇങ്ങോട്ട് വന്നതും പോണതും. പക്ഷേ അമ്മച്ചൻ ഞങ്ങളെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളെ ഇങ്ങോട്ട് ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് 2 ട്രിപ്പായിട്ട്. ഞങ്ങളിപ്പോൾ പോണത് എവിടേക്കാണ്? ക്യാൻ യു ഗെസ് ഗൈസ്? യെസ്, ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. KKK ഹോട്ടലിലേക്കാണ് പോയത്. ഇവരിവിടെ മുന്നേ വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് നല്ല ഫുഡാണെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കയറി ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കയറി പൊറാട്ടയും ചിക്കൻ കറിയും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ലൊരു പെരുമഴ പെയ്തു. പിന്നെ ഞാനും അമ്മമ്മയും ചേച്ചിയും പിന്നെ ഓട്ടോയിൽ കയറി. അമ്മച്ചി ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി വിട്ട് തന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങുന്നുണ്ട്. നാളെ അമ്മേൻ്റെ ശാരദാണ്. അതിന് പച്ചക്കറി വാങ്ങി. പിന്നെ എൻ്റെ ഒരു ചേച്ചീൻ്റെ കുക്കുച്ചിത്ത എന്നാണ് പേര്. ആ കുക്കുച്ചിത്തേൻ്റെ വീട്ടിൽ പോയി. കുക്കുച്ചിത്തേൻ്റെ മോളാണത്. കുക്കുച്ചിത്തേനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മേമേൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ സർപ്രൈസ് വിസിറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മേമ ഞങ്ങൾ വരും എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ പേടിച്ചു പോയി. പിന്നെ പാപ്പനാണ് ഞങ്ങളെ തിരിച്ചു ഉണ്ടാക്കി തന്നത്. അമ്മച്ചനും അമ്മമ്മയും പോന്നു. ഞാനും ഏച്ചിയും പാപ്പൻ്റെ കൂടെയാണ് വന്നത്. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് പാൻറ്റൊക്കെ നനഞ്ഞു. പിന്നെ പാപ്പൻ പോണ ആ സീനാണ് ആ കാണിച്ചത്. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.